11-നും 12-നും ഇടയ്ക്ക്. മുഹൂർത്തമല്ല കേട്ടോ, കട്ട് ഓഫാണ്. ഹലോ മച്ചന്മാരെ, മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന ബൈക്കിൻ്റെ ടയർ മാറുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരി പേര് ഒന്നൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബൈക്ക് എങ്ങനെയാണ്, ബൈക്ക് ഫാമിലി ഫ്രണ്ട്ലി ആണോ, ബൈക്ക് എങ്ങനെയാണ്, നമുക്കത് യൂസ്ഫുള്ളാണോ, ഡെയിലി യൂസാണോ, ഡെയിലി യൂസിന് കൊള്ളാവുന്ന ബൈക്കാണോ, മൈലേജ് എങ്ങനെയാണ്, പവർ എങ്ങനെയാണ്, വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും എങ്ങനെയാണ്. അപ്പം ഞാൻ 3 വർഷത്തിനിടയിൽ എനിക്ക് വന്ന ബൈക്കിൻ്റെ മെയിൻ്റനൻസും പിന്നെ നമ്മൾ വീക്കിലി ചെയ്യേണ്ട മെയിൻ്റനൻസും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം, വാ. അങ്ങനെ ഫ്രണ്ട്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, ആക്കുളത്തെ പാലത്തിനടുത്തുള്ള ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ബൈക്കിനെ കുറിച്ചുള്ള ഓരോരോ ഡൗട്ടുകളും കാര്യങ്ങളും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരിക്കുന്നത്, ഇത് ഒരു സബ്സ്ക്രൈബറും കൂടിയായ, എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമല്ല എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. പുള്ളി ചോദിച്ചിരിക്കുന്നത് ഈ Rs200 ഫാമിലി ഫ്രണ്ട്ലി ആണോ എന്നാണ്. ഉറപ്പായിട്ടും ഫാമിലി ഫ്രണ്ട്ലി തന്നെയാണ്. നമുക്ക് അമ്മേനെയും അച്ഛനെയും കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരേപോലെ തന്നെ ബൈക്കിൽ അങ്ങ് ഇരുത്തി കൊണ്ടുപോകും. ഒരു രീതിയിലുള്ള ബാക്ക് പെയിനോ ഒരു കാര്യം. പിന്നെ ഈ സീറ്റ് കുറച്ച് ഹാർഡായതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരത്ത് പോകുന്ന സമയത്ത് ഇത്തിരി ടയർനെസ് ഫീൽ ചെയ്യും. ആ ഒരു ഫീൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ബൈക്കിന്. പിന്നെ ഉള്ളത് 2015 കാലഘട്ടം തൊട്ട് എൻ്റെ ഒരു ഡ്രീം ബൈക്കാണ് Rs200. നമുക്ക് ആ ഫസ്റ്റ് എഡിഷൻ കളറുണ്ട്, മഞ്ഞ, ചുവപ്പ്, നീല. ആ എഡിഷൻ തൊട്ടേ എനിക്ക് ഒരുപാട് ആരാധന തോന്നിയിട്ടുള്ളൊരു ബൈക്കാണ് Rs200. അതുകൊണ്ട് എന്നെങ്കിലും ഒരു നാൾ ഇതിനെ സ്വന്തമാക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം നമ്മൾ ഡ്രീം കാണുന്ന കുറേ ഡ്രീം, Rs200 ഡ്രീമാണ്, ഡ്രീം ബൈക്ക് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളുടെ ഡ്രീമിനെ തന്നെ ഫോക്കസ് ചെയ്ത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരുത്തനെ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഇവൻ്റെ പവർ എന്ന് പറയുമ്പോൾ ഏകദേശം എടുത്ത കാലം തൊട്ട് എനിക്ക് ഇവൻ്റെ BS6 എഡിഷൻ വന്നതിന് അവർ നന്നായിട്ട് BS4 അപേക്ഷിച്ച് നല്ലതായിട്ട് പവർ കുറച്ചിട്ടുണ്ട്. എൻജിൻ കട്ട് ഓഫ് തന്നെ ഏകദേശം 10-ന് മുകളിൽ അടുപ്പിച്ചേ വരുന്നുള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പവർ പെട്ടെന്നുള്ള കുതിപ്പ് കൂടിയാണെന്ന് വെച്ചാൽ BHPയിൽ നല്ല വ്യത്യാസമുണ്ട്. കയറി പോകുന്നത് നല്ല പവർഫുള്ളായിരുന്നു. പക്ഷേ വണ്ടി ഒരു 145, 146 അതാണ് ഞാൻ ടോപ്പിൻ്റെ അടിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ ബൈക്ക് കയറുന്നില്ല BS6. ഇതിനെ കട്ട് ഓഫ് ഞാൻ കാണിച്ചില്ല. കട്ട് ഓഫ് എന്നേരം നിങ്ങൾ നോക്കിയേക്കും. നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 10,000 RPM അടുത്ത് എത്തുമ്പോൾ തന്നെ എൻജിൻ കട്ട് ഓഫ് കട്ടാവുകയാണ്. മറ്റേ നമ്മളെ BS4, BS3 ഒക്കെ വന്നിട്ട് ഏകദേശം 11-നും 12-നും ഇടയ്ക്ക്. മുഹൂർത്തമല്ല കേട്ടോ, കട്ട് ഓഫാണ്. കറക്റ്റ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കട്ട് ഓഫായ വണ്ടി. ഏകദേശം 150, 158, 160 കയറുന്ന ബൈക്കുകളുണ്ട്. പിന്നെ 160 വരെ കയറുന്ന ബൈക്കുണ്ട്. ഏതോ ഒരു ബൈക്കും പൊളിച്ചു പോകുന്നു ബൈക്കുണ്ട്. പക്ഷേ എനിക്ക് പവറിൻ്റെ കാര്യത്തിൽ ആ 145 ധാരാളമാണ്. നമ്മുടെ കേരളത്തിലെ റോഡിൽ 145 എപ്പോഴും ഓടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് വണ്ടി ലുക്കിലാണ്. ഇനി ഇവൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ. പുതിയ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മെയിൻ്റനൻസാണ് ഇതിന് മാസം ചെയ്യേണ്ടതുണ്ട്, വർഷത്തിൽ ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ മെയിൻ്റനൻസ് കാര്യം എന്ന് പറയുമ്പം, ഞാൻ സെക്കൻഡ് സർവീസിൽ ഇതിൽ ഉപയോഗിച്ചത് നമ്മളെ ബജാജിൻ്റെ എഞ്ചിൻ ഓയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ സെക്കൻഡ് സർവീസിന് ശേഷം നമ്മളെ മോട്ടിയൂളിൻ്റെ എഞ്ചിൻ ഓയിലോട്ട് മാറ്റിയിട്ടുണ്ട്. മോട്ടിയൂളിൻ്റെ 20W50 ആണ് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം 1250 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. അത് നമ്മൾ 4500 കിലോമീറ്ററാണ് അതിൻ്റെ മൊത്തം. എന്നുവെച്ചാൽ എഞ്ചിൻ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നത് 4500 കിലോമീറ്റർ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അത്രയും കിലോമീറ്റർ വരെ വെയിറ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ അത്രയും കിലോമീറ്റർ വരെ വണ്ടി യൂസ് ചെയ്തായിരിക്കും. അത്രയും കിലോമീറ്റർ വരെ ഓടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ അത് എഞ്ചിൻ ഓയിൽ വരാം, ചെയിൻ ലൂബ്രിക്കേഷൻ വരാം, പിന്നെ ഡിസ്ക് പാഡ് വരാം, പിന്നെ വണ്ടിയുടെ ലിക്വിഡ് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ നമ്മുടെ കൂളൻ്റ്, ഇങ്ങനെ കൂളൻ്റ് വാട്ടർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വണ്ടിക്ക് വരുന്ന മെയിൻ്റനൻസ് ആണ്. പക്ഷേ ഇതൊക്കെ എപ്പോൾ മാറേണ്ട സമയമുണ്ട്.
നമുക്ക് ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പം മാറാം. നമുക്ക് ബ്രേക്ക് പാഡ് മാറേണ്ട സമയം എന്ന് പറയുമ്പം നമ്മൾ ബൈക്കിൻ്റെ ഈ വശത്തൂടെ നോക്കുമ്പോൾ ബ്രേക്ക് പാഡിൻ്റെ ആ ഭാഗം കാണാൻ പറ്റും. ബ്രേക്ക് പാഡ് തേഞ്ഞ് പോയിട്ടുണ്ടോ അതെ ഇനിയും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ബ്രേക്ക് പാഡ് മാറും. ബ്രേക്ക് പാഡ് ഏകദേശം ഒരു 250 രൂപ ആ റേഞ്ചാണ് വരുന്നത്. ബാക്ക് ഫ്രണ്ടും അതേ റേഞ്ച് തന്നെയാണ്. ഫ്രണ്ട് നമുക്ക് ബ്രേക്ക് പാഡും ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് തേഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അതനുസരിച്ച് ബ്രേക്ക് പാഡ് മാറാം. പിന്നെ ഉള്ളത് കൂളൻ്റ് വാട്ടർ ലെവൽ. കൂളൻ്റ് വാട്ടർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചില ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇതുവഴി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ മിനിമം എത്രയെങ്കിലും വേണം, മാക്സിമം ഇത്ര. ഇവിടെ 2 മാർക്കുണ്ട് കണ്ടുവരുന്നു. മിനിമം എത്ര, മാക്സിമം എത്ര വേണം. അത് നമ്മൾ മാസത്തിലൊരിക്കൽ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കണം. കൂളൻ്റ് വാട്ടർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൂളൻ്റ് വാട്ടറിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ വണ്ടി സമയത്ത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാതെ വണ്ടിക്ക് വേറെ കംപ്ലയിൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ചെയിൻ ലൂബ്രിക്കേഷനാണ്. ചെയിൻ ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ 500 കിലോമീറ്ററിലും നമ്മൾ ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്തിരുന്ന അത്രയും നല്ലത്. ചെയിൻ സോക്കറ്റിൻ്റെ ലൈഫും കൂടും. പിന്നെ നമുക്ക് അധിക കിലോമീറ്റർ യൂസ് ചെയ്യാനും പറ്റും. ഞാനിപ്പോൾ ഏകദേശം ഒരു 15,000 കിലോമീറ്ററിലാണ് ഈ പുതിയ ചെയിൻ സോക്കറ്റ് മാറിയത്. ഇതിപ്പം 15,000 ഇപ്പോൾ ഏകദേശം 23,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ചെയിൻ ട്യൂബ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്. ചെയിൻ ട്യൂബ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഭാഗം കൂടെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. മിക്ക Rs200 മിക്ക ഏത് ബൈക്കുകളിലായാലും ഈ ഭാഗം മിക്കവരും ഇത് ഇളക്കാൻ മടിച്ചിട്ട് ഇളക്കി ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ ഉറപ്പായിട്ടും അത് ഇളക്കി ക്ലീൻ ചെയ്ത് 2 സൈഡും അതേപോലെ ആദ്യം ഡീസൽ ഒഴിച്ച് വെള്ളം കഴുകിയിട്ട് എയർ കംപ്രഷർ ഉപയോഗിച്ച് ഡീസലിനെ ഫുള്ള് മാറ്റിയിട്ട് ചെയിൻ ട്യൂബ് അടിക്കുക. ചിലർ ചെയിൻ ക്ലീനർ വാങ്ങാൻ കിട്ടും, അതും യൂസ് ചെയ്യാം. ചെയിൻ ട്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം ചെറിയ പാക്കറ്റൊക്കെ 200 രൂപയ്ക്ക് തൊട്ടുണ്ട്. പിന്നെ നമുക്ക് ട്യൂബ് മാത്രം മാറ്റാൻ മതിയാവും. നമുക്ക് ആ ചെയിൻ ക്ലീൻ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് ബ്രേക്ക് ഫ്ലൂയിഡാണ്. അത് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ അവരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്യും. ഇതൊക്കെയാണ് ബൈക്കിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും. പിന്നെ വരുന്നത് ടയർ തേഞ്ഞ് പോകുന്ന ടയർ മാറുക, അങ്ങനത്തെ. ഇപ്പോൾ ഞാൻ ടയർ മാറിയിട്ട് ഇപ്പം 23,000 കിലോമീറ്ററിലാണ് ടയർ മാറിയത്. ഇപ്പം മാറിയത് അപ്പോളോയുടെ S1 ടയറാണ് ഇട്ടത്. 2 ടയറും കൂടെ ഏകദേശം 4,800 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം നമുക്ക് Rs200 അത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മാത്രം കാണിച്ച ഒരു ഇത് പോരാ. വണ്ടി നമ്മളിപ്പോൾ അതുപോലെ തന്നെ വണ്ടി മെയിൻ്റനൻസ് ചെയ്യണം. മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ കോസ്റ്റൊക്കെ വരുന്നത് ഏകദേശം 4,800 രൂപ, 5,000 രൂപ, പല റേറ്റിനുണ്ട്. നമ്മൾ റേഡിയൽ ടയറാകുമ്പോൾ കുറച്ചുകൂടെ റേറ്റിന് വ്യത്യാസം വരും. റേഡിയലാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വരും. ഇതിപ്പം റേഡിയലല്ല, നൈലോണിൻ്റെ ടയറാണ് രണ്ടും മാറിയത് തന്നെ. അപ്പം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വണ്ടീനെ മെയിൻ്റെനൻസ് ചെയ്ത് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. ഒരിക്കലും ബൈക്കിനെ നമ്മളത് തേഞ്ഞാലും നമ്മളതിനെ ശ്രദ്ധിക്കാതെ നടക്കരുത്. പിന്നെ നമുക്ക് 20,000 കിലോമീറ്ററിൽ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും മാറണം. അത് മാറാൻ ഏകദേശം റേറ്റ് ആയതില്ല, ഞാൻ മാറിയില്ല, അതുകൊണ്ട് നമുക്ക് മാറണം. അപ്പം അടുത്ത തവണ ഞാൻ എയർ ഫിൽറ്ററും സ്പാർക്ക് പ്ലഗും മാറണം എങ്ങനെയെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഉള്ളത് വേറെ ഒന്നുമില്ല ബൈക്കിനെ കുറിച്ച് ഇത്ര. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. എന്തായാലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ